നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ധനനേട്ടം ഉണ്ടാകുന്നതിനും പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കുംഭം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സൗഹാർദ്ദങ്ങൾ വന്നു ചേരുന്നതിനും പൂർവ്വപുണ്യങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു സമയമായിരുന്നു. 2025 ഒക്ടോബർ 18-ന് വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി 6-ാം ഭാവത്തിലുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും പതിയുന്നുണ്ട്. വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും 2-ലേക്കും 10-ലേക്കും 12-ലേക്കും ഉള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ്. 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും വന്നുചേരുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം. ആധികളും വ്യാധികളും വർദ്ധിച്ചു നിൽക്കും. ഉച്ചസ്ഥിതി കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് വിചാരിച്ചിരിക്കാതെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും അത് പ്രമോഷനോടും കൂടി ആകുന്നതിനും ഇടയാകും. ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ശത്രുനാശം സംഭവിക്കുന്നതിനും ലൈംഗിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും. ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യ ചെലവുകൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. സ്ഥാനഭ്രംശം ഉണ്ടായാലും അത് ഗുണപ്രദമാകുന്ന രീതിയിൽ നല്ല ഫലങ്ങൾ തരുന്ന രീതിയിൽ ആയിരിക്കും. അതുകൊണ്ട് കൂടുതലായൊന്നും വിഷമിക്കാനില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.